കുറഞ്ഞ ചിലവിൽ സെൻറ്റ് മേരീസ് ഐലൻഡ് വരെ നമുക്കൊന്ന് പോയി വന്നാലോ? ഉടുപ്പിയിലെ മാൽപ്പ ബീച്ചിലാണ് നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിലാണെങ്കിൽ വെറും 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാം. കോഴിക്കോട് ടു ഉടുപ്പി സ്ലീപ്പർ ടിക്കറ്റിന് 250 രൂപ വരുന്നുള്ളൂ. ഇനി ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ 110 രൂപയേ ആവുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ 8:20 ഉടുപ്പി ട്രെയിനുണ്ട്. അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് 1:30 ആകുമ്പോഴേക്കും ഉടുപ്പിയിലെത്താൻ കഴിയും. ഉടുപ്പി സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ 260 രൂപയ്ക്ക് നമുക്ക് മാൽപ്പ ബീച്ചിലെത്താം. കുറച്ചും കൂടെ എക്സ്പെൻസ് കുറയ്ക്കണമെങ്കിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തും. മെയിൻ റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക്, ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാം. പിന്നെ അവിടെ നിന്ന് മാൽപ്പ ബീച്ചിലേക്ക് ഏത് സമയത്തും ബസ് ഉണ്ടാവും. മാൽപ്പ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരിക്കും. ബോട്ട് സർവീസ് ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ 350 രൂപയും പ്രൈവറ്റ് ആണെങ്കിൽ 400 രൂപയാണ് വരുന്നത്. 1 മണിക്കൂറാണ് നമുക്ക് ഐലൻഡിൽ അലൗഡ് ആയിട്ടുള്ള ടൈം. അത് ഈ ഐലൻഡ് ഫുള്ളായിട്ട് നമുക്ക് ആ 1 മണിക്കൂർ കൊണ്ട് ചുറ്റിക്കറങ്ങി കാണാവുന്നതേ ഉള്ളൂ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. കോക്കനട്ട് ഐലൻഡ് എന്നും കൂടെ പേരുള്ള ഈ ഐലൻഡിനോട് നമ്മളപ്പോൾ വിട പറയുകയാണ്. തിരിച്ച് മാൽപ്പ ബീച്ചിലേക്ക്. മാൽപ്പ ബീച്ചിൽ ഗോവ ബീച്ചൊക്കെ പോലെ തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എല്ലാ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോരാവുന്നതാണ്. ഉടുപ്പിൽ നിന്ന് വൈകുന്നേരം 5:30 ട്രെയിനിന് കയറി കഴിഞ്ഞാൽ 11:30 കോഴിക്കോട് എത്താൻ പറ്റും. അല്ലെങ്കിൽ അടിപൊളി സൺസെറ്റ് കണ്ട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നൈറ്റിൽ 8:30 ട്രെയിനുണ്ട് ഉടുപ്പിയിൽ നിന്ന്. രാവിലെ 3 മണിക്ക് കോഴിക്കോട് തിരിച്ചെത്താം. ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.